നമുക്കൊക്കെ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നാൽ നമ്മൾ ആദ്യം അതിനൊരു പരിഹാരം കണ്ടെത്തുന്നത് നമ്മുടെ കയ്യിലുള്ള സ്വർണം എടുത്ത് പണയം വെക്കുകയും ഒക്കെ ചെയ്താണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഏറ്റവും എളുപ്പത്തിൽ ലഭിക്കുന്ന വായ്പയാണ് സ്വർണ്ണ പണയ വായ്പ. രാജ്യത്തെ പൊതുമേഖലാ ബാങ്കുകൾ മുതൽ സ്വകാര്യ പണമിടപാട് സ്ഥാപനങ്ങൾ വരെ ഇത്തരത്തിൽ സ്വർണ്ണ പണയ വായ്പ നൽകുന്നുണ്ട്. ഭൂരിഭാഗവും സാധാരണഗതിയിൽ ഒരു വർഷത്തെ കാലാവധിയിലായിരിക്കും ഇങ്ങനെ പണയം വെക്കുന്നത്. പക്ഷേ ബാങ്കിങ് സ്ഥാപനങ്ങൾ സ്വർണ്ണ വായ്പ നൽകുന്നത് എങ്ങനെയാണ്? ആ കാലാവധി കഴിയുന്നതോടുകൂടി പലിശ മുതലും അടച്ച് സ്വർണം തിരിച്ചെടുക്കണം, അല്ലെങ്കിൽ പലിശ മാത്രം അടച്ചെടുത്ത് ഒരു വർഷത്തേക്ക് പുതുക്കി വെക്കുന്ന പതിവൊക്കെ നമുക്കുണ്ട്. എന്നാൽ ഇനി അത് നടക്കില്ല. വൈകാതെ തന്നെ ഈ രീതിക്ക് മാറ്റം വരുമെന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത്. സ്വർണ്ണ പണയ വായ്പയ്ക്ക് പ്രതിമാസ തിരിച്ചടവ് രീതിയാക്കാനാണ് ബാങ്കിങ് സ്ഥാപനങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. ഒരു കാര്യം പറയട്ടെ, പല വീടുകളിലും സ്ത്രീകൾക്ക് ഈ സ്വർണം പണയം വെക്കുന്നതിനോട് വലിയ താല്പര്യം ഉണ്ടാകില്ല. എന്തെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ വലിയ ആവശ്യങ്ങൾക്ക് മാത്രം സ്വന്തം കയ്യിലുള്ള സ്വർണ്ണാഭരണങ്ങൾ കൊടുക്കുന്ന സ്ത്രീകളെ എനിക്ക് നേരിട്ടറിയാം. നമ്മളുമൊക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ ചെറിയ കാര്യങ്ങൾക്ക് സ്വർണം പണയം വെക്കുന്നതിനോട് സ്ത്രീകൾക്ക് ഒരിക്കലും ഒരു യോജിപ്പില്ല. നമ്മൾ വീട് വെക്കുകയോ അല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് സ്വർണം എടുത്ത് പണയം വെക്കുന്നതിൽ ഒരു അർത്ഥമുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണ് ഏറെ സ്ത്രീകളും. എന്നാൽ ചെറിയ എന്തെങ്കിലും ഒരു പെട്ടെന്നൊരു ആവശ്യം വന്നാൽ മറ്റൊരാളോട് ചോദിക്കേണ്ട, അല്ലെങ്കിൽ വേറെ ഒരു സംഭവത്തിന് വേണ്ടി നമുക്ക് ശ്രമിക്കാതെ ഇത് നമ്മുടെ കയ്യിലുള്ള ഈ സ്വർണം ഉപയോഗിക്കാമെന്ന് കരുതി വീട്ടിലെ ആണുങ്ങൾ ചിലപ്പോൾ സ്വർണം പണയം വെക്കാറുണ്ട്. പക്ഷേ അത് ചിലപ്പോൾ പ്രോപ്പറായിട്ട് തിരിച്ചെടുക്കാനുള്ള ഒരു നീക്കം അവരുടെ ഭാഗത്തൊന്നും ഉണ്ടാകാതെ വരുമ്പോൾ സ്ത്രീകൾ ഒരുപാട് വിഷമിപ്പിക്കാറുണ്ട്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഇത് വളരെ നല്ല ഒരു ഏർപ്പാടാണ് എന്നാണ് ഇപ്പോൾ രാജ്യത്തെ നമ്മുടെ നാട്ടിലെ ഒക്കെ സ്ത്രീകൾ അഭിപ്രായപ്പെടുന്നത്. കാരണം മാസാമാസം നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്കനുസരിച്ച് EMI കൊണ്ട് അടച്ചു കഴിഞ്ഞാൽ അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. നമുക്ക് വളരെ ഈസി ആയിട്ടൊരു ഭാരമില്ലാതെ ഈ സ്വർണം പണയം വെച്ച സ്വർണം തിരിച്ചെടുക്കാൻ സാധിക്കും. രാജ്യത്തെ പല ബാങ്കിങ് സ്ഥാപനങ്ങളും സ്വർണ്ണ പണയ വായ്പ നൽകുന്നതിൽ ചട്ടങ്ങൾ പാലിക്കുന്നില്ല എന്ന് റിസർവ് ബാങ്ക് കണ്ടെത്തി. അതിനെ തുടർന്നാണ് ബാങ്കിങ് സ്ഥാപനങ്ങൾ രീതി മാറ്റാനായി ഒരുങ്ങുന്നത് എന്നാണ് കേൾക്കുന്നത്. രാജ്യത്ത് സ്വർണ്ണ പണയ വായ്പ കുത്തനെ ഉയർന്നതിലും റിസർവ് ബാങ്ക് ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഈ പുതിയ രീതി നടപ്പിലാക്കുകയാണെങ്കിൽ മറ്റു വായ്പകൾ പോലെ തന്നെ പ്രതിമാസം നിശ്ചിത തുക അയക്കേണ്ട ടേം ലോണുകളായി സ്വർണ്ണ പണയ വായ്പയും മാറും. ഈ സംവിധാനം ഉണ്ടെങ്കിൽ മിക്ക ഇടപാടുകാർ അവസാന നിമിഷം പുതുക്കി അല്ലെങ്കിൽ സ്വർണം തിരിച്ചെടുക്കും. അങ്ങനെയായിരുന്നു ചെയ്തു വന്നിരുന്നത്. സ്വർണ്ണ വായ്പാ വിതരണത്തിൽ KYC ചട്ടം, ക്യാഷ് പരിധി, പരിശുദ്ധി പരിശോധന തുടങ്ങിയ ചട്ടങ്ങൾ പാലിക്കുന്നതിൽ പല ബാങ്കിങ് സ്ഥാപനങ്ങളും വീഴ്ച വരുത്തുന്നുണ്ട് എന്നാണ് റിസർവ് ബാങ്ക് പറയുന്നത്. സ്വർണ്ണപ്പണയ വായ്പാ തിരിച്ചടവ് EMI എന്ന ഒരു രീതിയിലേക്ക് മാറുമ്പോൾ ലോണുകൾക്ക് നിശ്ചിത തിരിച്ചടവ് കാലാവധി ഉണ്ടായിരിക്കും. 3 വർഷം വരെ കാലാവധി നൽകാനായിരിക്കും സാധ്യതയുള്ളത്. ഈ കാലയളവിനുള്ളിൽ നിശ്ചിത തുക പ്രതിമാസം അടച്ച് ലോൺ തുക പൂർത്തീകരിക്കാൻ സാധിക്കും. എന്നാൽ ഈ രീതിയിലേക്ക് സ്വർണ്ണപ്പണയ വായ്പ രീതി മാറുമ്പോൾ EMI തുക പ്രതിമാസം തിരിച്ചടയ്ക്കാനുള്ള ശേഷി വായ്പ എടുക്കുന്ന ആൾക്കുണ്ടോ എന്നുള്ള കാര്യം ബാങ്കുകൾ പരിശോധിക്കേണ്ടതായി വരും. അതായത് സ്വർണം പണയം വെക്കുന്നതിന് പുറമെ ഉപഭോക്താവിന് നിശ്ചിത വരുമാനം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരുത്തിയായിരിക്കും ബാങ്കിങ് സ്ഥാപനങ്ങൾ ഇനി സ്വർണ്ണ പണയ വായ്പ നൽകാൻ സാധ്യതയുള്ളത്. അപ്പോൾ ഇനി നിശ്ചിത വരുമാനമുള്ളവർ മാത്രം സ്വർണ്ണ പണയം വെക്കാൻ ചെന്നാൽ മതി എന്ന ഒരു നിലപാടിലേക്കാണ് ഇനി ബാങ്കിങ് സ്ഥാപനങ്ങൾ പോകുന്നത്. സ്വർണം പണയം വെക്കാൻ പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും പ്രധാനം എത്ര മൂല്യം ലഭിക്കും എന്നുള്ളതാണ്. മിക്ക വായ്പക്കാരും സ്വർണ്ണത്തിന്റെ മൂല്യത്തിന്റെ 70% മുതൽ 75% വായ്പാ തുകയായി കൊടുക്കാറുണ്ട്. ഇത്തരം വായ്പകൾക്ക് പൊതുവെ വ്യക്തിഗത വായ്പകളെക്കാൾ കുറഞ്ഞ പലിശ നിരക്കാണ്. എടുത്ത പണം പലിശ സഹിതം പൂർണ്ണമായും തിരിച്ചടച്ചതിന് ശേഷം പണയപ്പെടുത്തിയ ആസ്തികൾ നമുക്ക് തിരിച്ചെടുക്കാം. എത്ര പൈസ ലഭിക്കും എന്നതിൽ നിർണായകമാകുന്ന മറ്റൊരു കാര്യം സ്വർണത്തിന്റെ പരിശുദ്ധിയാണ്. 24 ക്യാരറ്റ് മുതൽ 18 ക്യാരറ്റ് വരെയുള്ള സ്വർണ്ണങ്ങൾക്ക് വ്യത്യസ്ത നിരക്കിലായിരിക്കും തുക നിർണ്ണയിക്കുക. എന്നാൽ 18 ക്യാരറ്റിന് താഴെയുള്ള സ്വർണം പൊതുവെ പണമായി എടുക്കാറില്ല. പരമാവധി തുക ലഭിക്കുന്ന സ്ഥാപനങ്ങളെ നമുക്ക് തന്നെ കണ്ടെത്താം. ഉയർന്ന പരിശുദ്ധിയുള്ള സ്വർണത്തിന് കുറഞ്ഞ നിരക്ക് ലഭിക്കും. എന്നാൽ പല സ്ഥാപനങ്ങളും ഈ വിവരം പങ്കുവയ്ക്കാറില്ല എന്നതാണ് സത്യം. ആധാർ കാർഡ്, പാൻ കാർഡ്, പാസ്പോർട്ട്, വോട്ടർ ID മുതലായ KYC രേഖകൾ സ്വർണ്ണ പണയ സമയത്ത് നിങ്ങൾ ബാങ്കിന് മുന്നിൽ ഹാജരാക്കേണ്ടി വരും. 18 വയസ്സ് കഴിഞ്ഞ ആർക്കും ഗോൾഡ് ലോൺ ലഭിക്കും. ഓരോ വ്യക്തിക്കും എത്ര സ്വർണം കൈവശം വയ്ക്കാം എന്നത് സംബന്ധിച്ച് നമ്മുടെ രാജ്യത്ത് വ്യക്തമായ നിയമങ്ങളുണ്ട് എന്നുകൂടി അറിയുക. വിവാഹിതരായ സ്ത്രീകൾ, അവിവാഹിതരായ സ്ത്രീകൾ, പുരുഷന്മാർ ഇവർക്ക് ഓരോരുത്തർക്കും സൂക്ഷിക്കാൻ കഴിയുന്ന സ്വർണത്തിന്റെ അളവിൽ വ്യത്യാസമുണ്ട്. പാരമ്പര്യമായി കൈമാറ്റം ചെയ്യുന്ന സ്വർണവും കൈവശം വയ്ക്കുമ്പോൾ രേഖകൾ സൂക്ഷിക്കണം. നിയമപ്രകാരം കൈവശം വയ്ക്കാവുന്ന പരമാവധി അളവ് സ്വർണ്ണത്തെക്കാൾ കൂടുതലുണ്ട് എങ്കിൽ ആശങ്കപ്പെടേണ്ട. പക്ഷേ കൂടുതലുള്ള സ്വർണത്തിന്റെ കൃത്യമായ രേഖകൾ സൂക്ഷിക്കണം. സ്വർണം വാങ്ങിയതിന്റെ ഇൻവോയ്സും വാങ്ങാൻ ഉപയോഗിച്ച പണത്തിന്റെ ഉറവിടത്തെക്കുറിച്ചുള്ള വിവരങ്ങളുമാണ് രേഖകളായി നൽകേണ്ടി വരിക. വിവാഹിതയായ സ്ത്രീക്ക് 1/2 കിലോ സ്വർണം രേഖകളില്ലാതെ വീട്ടിൽ സൂക്ഷിക്കാം. അവിവാഹിതയായ സ്ത്രീയാണെങ്കിൽ അതിന്റെ നേർപകുതിയെ സൂക്ഷിക്കാൻ സാധിക്കും. അതായത് 250 ഗ്രാം, 1/4 കിലോ. പുരുഷനാണെങ്കിൽ
കൈവശം വയ്ക്കാവുന്ന സ്വർണ്ണത്തിന്റെ അളവ് 100 ഗ്രാം മാത്രമാണ്. ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും കൂടെ 600 ഗ്രാം സ്വർണം നിയമപരമായി സൂക്ഷിക്കാം. നേരത്തെ പറഞ്ഞ ക്രമത്തിൽ ഓരോ കുടുംബത്തിലെ ആളുകളുടെ എണ്ണം അനുസരിച്ചുള്ള വ്യത്യാസം അനുസരിച്ച് സൂക്ഷിക്കാവുന്ന സ്വർണ്ണത്തിന്റെ അളവിൽ മാറ്റമുണ്ടാവും. അളവിൽ കൂടുതൽ സ്വർണം സൂക്ഷിക്കുന്നതായി ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയാൽ ഇൻവോയ്സും സാമ്പത്തിക ഉറവിടം വ്യക്തമാക്കുന്ന രേഖകളും നൽകേണ്ടി വരും. ഇത്തരത്തിൽ രേഖകളുടെ പിൻബലമുണ്ട് എങ്കിൽ സൂക്ഷിക്കാവുന്ന സ്വർണ്ണത്തിന് പരിധി നിശ്ചയിച്ചിട്ടില്ല. രേഖകൾ നൽകാൻ കഴിഞ്ഞില്ല എങ്കിൽ കൂടുതലുള്ള സ്വർണം ആദായ നികുതി വകുപ്പിന് പിടിച്ചെടുക്കാൻ സാധിക്കും. ഈ സ്വർണം ചില്ലറക്കാരനല്ല. നമുക്ക് പലപ്പോഴും സഹായകമായി സ്വർണം വരുന്നു എങ്കിലും അത് സൂക്ഷിക്കുന്നതിനും കൈകാര്യം ചെയ്യുന്നതിനും പണയം വയ്ക്കുന്നതിനുമൊക്കെ നിയമങ്ങളുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.